നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹോട്ട് ടേസ്റ്റ് ബിറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് ഞാനൊരു കുക്കറിലെടുത്ത് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ചിടാം, ഇല്ലെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ അതെൻ്റെ ഓൾറെഡി ചതച്ചിട്ടുണ്ടായിരുന്നു. അതും ക്രഷ്ഡ് ചില്ലി ഇപ്പം ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയി എൻ്റെ കയ്യിൽ, അതും 2 ടീസ്പൂണ്. പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോർമലി ബോൺലെസ് ചിക്കനും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് വരും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം കാണാം. നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഒന്ന് സ്റ്റീം പോകുമ്പോഴേക്കും നമുക്ക് അതിനേക്ക് ആവശ്യമായുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്, ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു നെയ്യ് വേണേൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നെയ്യോ ബട്ടറോ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ. ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതിനായിരിക്കും നല്ലത് കേട്ടോ. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസനാണുള്ളത്. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ 1 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഫ്രഷ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കോണും കൂടെ ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്ന് കാണിക്കാം. വിസിലൊക്കെ പോയി നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് മിക്സ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ മുളകൊക്കെ അങ്ങനെ വെളിയിൽ തന്നെ കിടക്കുന്നത്. നമുക്കത് കുഴപ്പമില്ല. ഞാനതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വിസിലൊക്കെ പോയി ചൂടൊന്നും അറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അല്ലാതെ വലിയ കുഴപ്പമില്ല. ആ ഒരു ഇതിൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട്, നമ്മൾ കുക്ക് ചെയ്തപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷേ ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ്. ആ വെള്ളവും കൂടെ അപ്പം നല്ലൊരു ഫ്ലേവറാണ്, അതുകൊണ്ട് ഞാൻ അത് കളയാതെ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങ് പേസ്റ്റ് പോലെ ആകേണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കത് ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കോണും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സവോള വഴറ്റിയപ്പോഴും അല്ലെങ്കിൽ കോൺ ഇട്ടപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല. ചിക്കൻ വേവിച്ച സമയത്ത് മാത്രം അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ക്രഷ്ഡ് ചില്ലിയുടെ കളറാണ് കേട്ടോ, ആ ഒരു പിങ്ക് പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. നന്നായിട്ട് ചിക്കനും കൂടി ഇതിനകത്തോട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റിയിട്ട് വേറൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ആ പാൻ ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂണോളം ബട്ടർ തന്നെ ഞാൻ ചേർക്കുന്നത്, അൺസാൾട്ടഡ് ബട്ടർ. അപ്പോൾ നിങ്ങൾക്ക് വെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതും നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൈദ ആ റോ ടേസ്റ്റ് എല്ലാം മാറി നന്നായി കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് നമുക്ക് ഈ ബട്ടറിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തരികളായിട്ടാണെങ്കിൽ കിട്ടുന്നതിൽ കുഴപ്പമില്ല. അതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 കപ്പ് പശുവും പാൽ ചേർക്കാവുന്നതാണ്. ഞാൻ പാക്കറ്റ് പാൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പാൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നമ്മൾ സോസിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ സോസിന് ആവശ്യമായ ഉപ്പും അതുപോലെ പെപ്പറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിടുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയ തരി പോലെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാസ്ത അതുപോലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരുന്നെങ്കിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡർ വെച്ച് അടിച്ചു അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പിക്ക് ഇത് ചെറിയ കട്ടയായിട്ട് കിടന്നാലും കുഴപ്പമില്ല. എന്തായാലും കുക്കായ മൈദേനാണ്, അതുകൊണ്ട് അതിന് നമ്മുടെ ടേസ്റ്റിനൊന്നും ബാധിക്കത്തില്ല. അപ്പോൾ നമുക്കത് ചെറിയ ക്രഞ്ചി ആയിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഇരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ്റെ മിക്സിനകത്തോട്ട് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സോസും കൂടെ വൈറ്റ് സോസും കൂടെ ചേർക്കുകയാണ്. ഇനി വൈറ്റ് സോസും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. തീ വേണമെന്നില്ല. പിന്നെ ഞാനൊരു പൊട്ടറ്റോയും കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൊലിയോട് കൂടെ നന്നായിട്ട് വേവിച്ചാണ്, ഉപ്പിടാതാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൊട്ടാറ്റോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 മതി. ഇപ്പോൾ ചെറുത് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് 250 ഗ്രാം ചിക്കന് 2 പൊട്ടറ്റോ എങ്കിലും എടുക്കണം. അപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ടാണ്, ഈ ഒരു സൈസ് ആയതുകൊണ്ട് ഞാൻ 1 തന്നെ മതിയായിരുന്നു എനിക്ക്.
അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് 1/2 കപ്പ് പാൽ ഒഴിക്കാം. ഞാൻ പാൽ ഒഴിച്ചത് നമ്മുടെ വീഡിയോയിൽ ഷൂട്ടായിട്ടില്ല കേട്ടോ, പക്ഷേ ഞാൻ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഒന്നുകിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് പൊട്ടറ്റോയിൽ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വേണേലും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വേണേലും അടിച്ച് ശരിയാക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഈസിക്ക് വേണ്ടിയാണ് മിക്സിയുടെ ജാർ ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പാലും നെയ്യും അല്ലെങ്കിൽ പാലും ബട്ടറും കൂടെ ചേർത്തിട്ട് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. അങ്ങനെ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലും നെയ്യും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പക്ഷേ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറിലാണ് നമുക്കിത് റെഡിയായി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രേയിലേക്ക് നമ്മുടെ ചിക്കൻ മിശ്രിതം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ട്രേയുടെ ഇതിൽ ഒന്ന് നിങ്ങൾ നന്നായിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രേ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന ഓവനകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ സേഫ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് പാത്രം വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെന്ന പാത്രം വേണേലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ ട്രേക്കകത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ചേർക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ മിശ്രിതത്തിന് ഉപ്പുണ്ട്, ഞാൻ അതുകൊണ്ട് മാഷ്ഡ് പൊട്ടറ്റോയിൽ ചേർത്തിട്ടില്ല. അത് ചേർക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ പൊട്ടറ്റോ ഞാനിതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പൊട്ടറ്റോ ലെവൽ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സ്പൂണും കൊണ്ടോ കൈ കൊണ്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേളിൽ ഉപയോഗിക്കുന്നതാണ് ചീസാണ്. അപ്പോൾ ഞാൻ നമുക്കറിയാം ചീസിൽ ഓൾറെഡി സാൾട്ട് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇത് മിക്സ് ആവുന്നതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് പൊട്ടറ്റോയിൽ പിന്നെ ഉപ്പില്ലേലും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചീസ് ഇട്ട് ഞാനൊന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂണ് റസ്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് സ്ക്രംസോ എന്താ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതൊന്ന് ചേർക്കാം. ഞാനിപ്പോൾ ബ്രെഡ് സ്ക്രംസാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം 25 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പൈ എന്നാണ് നമ്മുടെ ഈ റെസിപ്പിയുടെ പേര്. അങ്ങനെ നമ്മുടെ ചിക്കൻ പൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെയിം റെസിപ്പി ഫിഷ് വെച്ചും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പനീർ വെച്ചും ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ക്രീമി ടൈപ്പാണ് നമ്മുടെ ഈ പൈ ലഭിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതൊന്ന് കട്ട് ചെയ്തും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഏകദേശം നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചൂടോടുകൂടി തന്നെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് കട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ ചീസ് നമ്മൾ ഈ പിസ്സയിലൊക്കെ ചീസ് പോലെ ഇങ്ങനെ വലിഞ്ഞൊരു ഇലാസ്റ്റിസിറ്റി ഇതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ തണുത്തത് കൊണ്ടാണ്, എന്നാലും ചെറിയ രീതിയിലൊന്ന് ചീസ് ഒന്ന് വലിഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്